ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഇതിൽ വെക്കേണ്ട ചോക്ലേറ്റ്സ് ഒക്കെ ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനതിലിപ്പോൾ 10 സ്നിക്കേഴ്സാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ബൊക്കയുടെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇവിടെ ചെയ്യാൻ വന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതിന് പകരം വേറെ ഏത് ചോക്ലേറ്റ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ലൈക്ക് കിറ്റ്കാറ്റോ ഡയറി മിൽക്കോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സെയിം മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ അടിപൊളി ബൊക്കെയായിട്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇതിലിപ്പോൾ നമ്മൾ ചോക്ലേറ്റ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് നമുക്ക് നോർമൽ ടേപ്പ് വെച്ചിട്ടും ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഒരു തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഓരോ ചോക്ലേറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ തെർമോക്കോൾ തന്നെ വേണമെന്നില്ല, നിങ്ങളടുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒയാസിസോ അല്ലെങ്കിൽ സ്പോഞ്ചോ ഏതാണോ അവൈലബിൾ അത് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എൻ്റെ കംഫർട്ടിനനുസരിച്ചിട്ടാണ് ഞാൻ തെർമോക്കോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതുപോലത്തെ ഷീറ്റാണ്. അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം വേറെ ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ നമ്മളിത് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ചോക്ലേറ്റ്സ് അതിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ ബൊക്കയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഷീറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഇതാണ്. ഇനി നമ്മുടെ ബൊക്കെ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലവേഴ്സും നമ്മളെടുക്കാനുള്ള അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സോ അല്ലെങ്കിൽ കസ്റ്റമർ ഏതെങ്കിലും കളർ പറഞ്ഞെങ്കിൽ ആ കളേഴ്സൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി. ഇനി നമ്മൾ ബൊക്കയുടെ സെക്കൻഡ് ഷീറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു ഷീറ്റ് നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബൊക്കയ്ക്ക് കുറച്ച് ലെയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നോർമലി നമ്മൾ ഒരു ബൊക്കെ ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ലെയേഴ്സ് വന്നാൽ ബൊക്കെ കാണാൻ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളിതുപോലെ അടുത്ത സൈഡിലും കൂടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. മൊത്തം നമ്മൾ 4 ഷീറ്റ്സ്, അതായത് 2 ഷീറ്റിൽ നിന്ന് 4 ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് കുറച്ചധികം ലെയേഴ്സ് കിട്ടും. ഇനി ബൊക്കയുടെ ഫ്രണ്ട് പോർഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റിനെ 4 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് 3 ഷീറ്റ്സ് മതി. 4 പീസസിൽ നമുക്ക് 3 ഷീറ്റ്സ് മതിയാവും. ഒന്ന് സെൻറ്ററിലും ബാക്കി 2 സൈഡിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു പോർഷന്. അപ്പോൾ നിങ്ങൾ വീഡിയോ നന്നായിട്ടൊന്ന് നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതിയാവും. ഇനി നമ്മൾ ഫൈനലായിട്ട് ചെയ്യേണ്ടത് ഈ ബൊക്കയുടെ ഹൈറ്റിനനുസരിച്ചിട്ട് ഒന്ന് താഴ്ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു റിബൺ, അതായത് ബൊക്കെ ഷീറ്റിൻ്റെ മാച്ച് ആയിട്ടുള്ളൊരു റിബണ് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുപോലെ കൂടുതൽ മേക്കിംഗ് വീഡിയോസും ഹാമ്പർ സെറ്റിംഗ് വീഡിയോസും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.